ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഫോം ചെയ്യുക. എങ്ങനെ? ആർബിട്രറി കോൺസ്റ്റന്റ്സ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഫോം ചെയ്യാം. രണ്ട് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തു. അടുത്ത പ്രോബ്ലം ഇതാണ്. Z is equal to x square plus a into y square plus b. Z എന്ന് പറഞ്ഞാൽ എന്ത് വേരിയബിൾ ആണ്? ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ്സ് ഏതൊക്കെയാണ്? എയും ബിയും. ഈ എയും ബിയും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഫോം ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ 1 എന്ന് പേര് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ പ്ലസ് ബി എന്നുള്ള പാർട്ട് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വൈ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x, എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x പ്ലസ് 0. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താന്ന് നോക്കാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് പറഞ്ഞാൽ പി ആണ്. പി ഇൻറ്റു 2x ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി. ഇത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ പിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2x ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി എന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷൻ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കിയേ? ഡോ ഇസഡ് ബൈ ഡോ y is equal to x square plus a into 2y. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ x square plus a into 2y. അപ്പൊ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ y എന്ന് പറഞ്ഞാൽ എന്താണ്? q is equal to 2y into x square plus a. ഇത് നമുക്ക് ഇക്വേഷൻ 3 ഇത് പേര് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ എയിം എന്താണ്? വി ഹാവ് ടു ഡെറൈവ് എ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. ആ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഫോം ചെയ്യുന്നതിൽ ഈ കോൺസ്റ്റന്റ്സ് ഉണ്ടാകാൻ പാടില്ല, എയും ബി ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് ഇവിടെ എത്തി നിന്നതിന് ശേഷം ഈ രണ്ടാമത്തെ ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് നോക്കാം. ഈ രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 2 നമ്മൾ ഇക്വേഷൻ 3 കൊണ്ട് ഗുണിക്കുക. ഇക്വേഷൻ 2 into 3. ഇക്വേഷൻ 2 നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു വെക്കുകയും അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടണേ? PQ എന്ന് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ PQ എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? 2x into 2y എന്ന് പറഞ്ഞാൽ 4xy into y square plus b into x square plus a എന്ന് കിട്ടും. That is PQ is equal to 4xy into എന്താണ്? x square plus a into y square plus b. അത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. z എന്നുള്ളതാണ്. കണ്ടോ? x square plus a into y square plus b ക്ക് വരെ എന്ത് എഴുതാം? z എന്ന് എഴുതാം. അപ്പൊ നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഫോം ചെയ്തോ? ഈ ഫോം ചെയ്ത പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ എയും ബി ഉണ്ടോ എന്ന് നോക്കിയേ? എയും ബി ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പി കണ്ടുപിടിച്ചു. അതിനുശേഷം വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ക്യൂ കണ്ടുപിടിച്ചു. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബിക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഫൈനലി ഫോം ചെയ്ത ഇക്വേഷനിൽ എന്തില്ല? എയും ബിയും ഇല്ല. വി എലിമിനേറ്റഡ് ദ വാല്യൂ, eliminated the constants a and b and form a partial differentiation. ആ partial differentiation എന്താണ്? PQ is equal to 4xyz. P എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താണ്? ഡോ വൈ ആണ്. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഓരോ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷിയേഷനിലേക്ക് നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പറയുന്നത് എന്താണ്? എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ്. ആർബിട്രറി കോൺസ്റ്റന്റ്സ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്. അപ്പൊ ഫൈനൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ ആ കോൺസ്റ്റന്റ്സുകൾ ഉണ്ടാകാൻ പാടില്ല. ആ കോൺസ്റ്റന്റ് എവിടെ വെച്ച്, ഏത് സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആ സ്റ്റെപ്പിൽ വെച്ച് നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത പ്രോബ്ലം. എല്ലാവരും എഴുതിയെടുക്കുക.